കേന്ദ്ര സഹവാഴ ഗോഷ്ടി ഗോപി അടുത്ത ജന്മത്തിൽ എവിടെ ജനിക്കണമെന്നാണ് സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്നത്? അഭിമാനത്തോടെയാണ് അടുത്ത ജന്മത്തിൽ തന്ത്രി കുടുംബത്തിൽ ജനിക്കണമെന്ന് ഇപ്പോഴും അടിയുറച്ച് പ്രാർത്ഥിക്കുന്നു, വിശ്വസിക്കുന്നു. തന്ത്രി കുടുംബത്തിൽ ശൂദ്രനായിട്ടുള്ള ഗോഷ്ടി ഗോപിക്ക് ആ സ്വപ്നം നടക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞതല്ല. കർമ്മ പുനർജന്മ സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമുണ്ട്. ആ സിദ്ധാന്തപ്രകാരം കേവലം ശൂദ്രനായിട്ടുള്ള വെറും ശൂദ്രനായിട്ടുള്ള ഗോഷ്ടി ഗോപി അദ്ദേഹത്തിന് ഒറ്റയടിക്ക് നേരെ ബ്രാഹ്മണനായിട്ട് പ്രൊമോഷൻ കിട്ടില്ല. ബ്രാഹ്മണനായിട്ട് പ്രൊമോഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ബ്രാഹ്മണ്യം തന്നെ ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ചില സിദ്ധാന്തങ്ങളുണ്ട്. കാര്യം അവരെന്തോ സാധാരണഗതിയിൽ ജനിക്കുന്നതല്ലോ, സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെട്ടുണ്ടാകുന്നവരല്ല ബ്രാഹ്മണൻ. അവരുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ്റെ ശരീരഭാഗത്തിൽ നിന്ന് എവിടെയോ പൊട്ടി വീഴുന്ന വിഭാഗക്കാരാണ്. സ്വാഭാവികമായിട്ടും നേരെ ചൊവ്വേ ഉണ്ടാകുന്നവരല്ല എന്ന് അവർ തന്നെ പറയുകയാണ്. അവർ ഒരു ശൂദ്രനായിട്ടുള്ള വ്യക്തിക്ക് എങ്ങനെ ബ്രാഹ്മണനാകാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ച് ഒരു സിദ്ധാന്തം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുള്ളവർ അതൊന്ന് നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കും. അടുത്ത ജന്മത്തിൽ ശബരിമല മേൽശാന്തിയാകണമെന്നാണല്ലോ നമ്മുടെ ഒരു പ്രമുഖൻ്റെ ആഗ്രഹം. സത്യത്തിൽ ഈ കർമ്മ പുനർജന്മ സിദ്ധാന്തം അനുസരിച്ച് അദ്ദേഹത്തിന് അത് സാധിക്കില്ല. ശൂദ്രന് നേരിട്ട് കർമ്മ പുനർജന്മ സിദ്ധാന്തം അനുസരിച്ച് ബ്രാഹ്മണനായിട്ട് പ്രൊമോഷൻ കിട്ടത്തില്ല. അദ്ദേഹം ആഗ്രഹിക്കുന്നത്, നമ്മുടെ പ്രമുഖൻ ആഗ്രഹിക്കുന്നത്, നേരിട്ട് ശൂദ്രനിൽ നിന്ന് ബ്രാഹ്മണനിലേക്ക് പ്രൊമോഷൻ കിട്ടി അടുത്ത ജന്മം ശബരിമല മേൽശാന്തിയായിട്ട് അയ്യപ്പൻ്റെ വിഗ്രഹത്തിൽ സ്പർശിക്കാവുന്ന. പക്ഷെ കർമ്മ പുനർജന്മ സിദ്ധാന്തം അനുസരിച്ച് അതിന് സാധ്യമല്ല. ശൂദ്രനായിട്ട് നിങ്ങൾ കർമ്മം ചെയ്ത് അതിൽ നിന്ന് എങ്ങോട്ടാണ് പ്രൊമോഷൻ കിട്ടുന്നത്? വൈശ്യരായിട്ടേ പ്രൊമോഷൻ കിട്ടത്തുള്ളൂ. ആ വൈശ്യവൃത്തി ഏറ്റവും നന്നായിട്ട് ചെയ്താൽ ക്ഷത്രിയനായിട്ട് പ്രൊമോഷൻ കിട്ടും. ക്ഷത്രിയനായിട്ട് ആ വൃത്തിയല്ല ഏറ്റവും നന്നായി ചെയ്ത് ബ്രാഹ്മണ സേവ ചെയ്ത് ഉത്തമമായ ക്ഷത്രിയ വൃത്തിയാണെങ്കിൽ അടുത്ത ജന്മം ബ്രാഹ്മണ സ്ത്രീയായിട്ട് കിട്ടും. അതിനുശേഷം അടുത്ത ജന്മത്തിലെ ബ്രാഹ്മണ പുരുഷനാകത്തുള്ളൂ. അപ്പോൾ എത്ര ഘട്ടം കഴിയണം, എത്ര നൂറ്റാണ്ടുകൾ ജീവിക്കണം? ഇതാണ് കർമ്മ പുനർജന്മ സിദ്ധാന്തം പറഞ്ഞു വെക്കുന്നത്. ഡോക്ടർ TS ശ്യാംകുമാർ ആക്ടിവിസ്റ്റാണ്. ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അരച്ച് കലക്കി കുടിച്ച് അതിനെക്കുറിച്ച് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കാൻ വേണ്ടി കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. അദ്ദേഹം ശൂദ്രനായിട്ടുള്ള ഗോഷ്ടി ഗോപിയുടെ ആഗ്രഹം സ്വപ്നത്തിൽ പോലും നടക്കില്ല എന്ന് പറയാൻ കാരണം അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളല്ല, അതിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സിദ്ധാന്തത്തിലെ രീതിയാണ്. ആ രീതിയിൽ തന്ത്രി കുടുംബത്തിൽ കയറി അയ്യനെ തൊടണമെന്നുണ്ടെങ്കിൽ ഇനിയും ഗോഷ്ടി ഗോപി ഒരു 7-8 വട്ടം ജനിച്ച് മണ്ണിൻ്റെ അടിയിൽ പോയി പിന്നെയും പല പല ക്രിയകളും പല ദാസ്യപ്പണിയും ഈ നാട്ടിൽ ചെയ്താൽ മാത്രമേ ബ്രാഹ്മണനായി ജനിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ സയൻറ്റിഫിക് വശം എന്ന നിലയ്ക്ക് അവർ തന്നെ എഴുതി വച്ചിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ശ്യാംകുമാർ വിശദീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിദ്ധാന്തം വെച്ച് നോക്കുമ്പോൾ ഒരു 5-6 വർഷം കഴിഞ്ഞാലും ഗോഷ്ടി ഗോപി ബ്രാഹ്മണനാകാൻ പോകുന്നില്ല. തന്ത്രി കുടുംബത്തെയും പൂണൂലിനെയും കണ്ട് അദ്ദേഹം ഇങ്ങനെ വെള്ളമിറക്കി നടക്കുന്നുണ്ട്. കാര്യം താഴോട്ട് പോണ്ട, ശൂദ്രനായിട്ട് ജനിച്ച എനിക്ക് ഏതെങ്കിലും പിന്നോക്കക്കാരനായിട്ടോ സാധാരണക്കാരനായിട്ടോ ജനിക്കണ്ട. അതെല്ലാം എന്ന് പറഞ്ഞാൽ അയിത്ത ജാതിക്കാരല്ലേ, കണ്ണിൻ്റെ മുമ്പ് വരാൻ പാടില്ലാത്ത. അവിടെയല്ല, എനിക്ക് പവിത്രമായ ഏരിയയിലേക്ക് പോകണമെന്ന് പറയുന്ന ആ ഒരു മനോഭാവം അത് ഏറ്റവും തറ സവർണനായിട്ടുള്ള, അതായത് ശൂദ്രനായിട്ടുള്ള ഗോഷ്ടി ഗോപിയുടെ മനസ്സിൽ കുടിയേറിയിട്ടുണ്ടെങ്കിൽ ആ കുടിയേറിയിരിക്കുന്ന സ്വപ്നം ഈ ആയുസിലെന്നല്ല പല ആയുസ് ഇവിടെ പുനർജന്മമായിട്ടുണ്ടെങ്കിൽ നായായും നരിയായൊക്കെ ജനിച്ച് മരിച്ചു കഴിഞ്ഞാലും യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ ജന്മത്തിൽ ഇനിയുള്ള ശിഷ്ടകാലം ഒരു മനുഷ്യനായിട്ട് ജീവിച്ചാൽ ചിലപ്പോൾ സ്വർഗത്തിലെത്താനുള്ള അവസരം ഉണ്ടാകും. എന്തായാലും നരകത്തിൽ റൂം ബുക്ക് ചെയ്തിട്ട് കഴിഞ്ഞു. അവിടെ പോയിരുന്ന് ഇനിയിപ്പോൾ ഈ തന്ത്രി കുടുംബത്തിൽ ജനിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ സ്വപ്നം കാണാനുള്ള അവസരമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അത് നടക്കാൻ പോകുന്നില്ല എന്ന് ചില സിദ്ധാന്തങ്ങൾ തെളിയിച്ചിട്ടുണ്ടെന്ന് അതിനെ സംബന്ധിച്ച് പഠിച്ചവർ അടയാളപ്പെടുത്തുന്നു.